കോഴിക്കോട് വടകര സാൻഡ് ബാങ്ക്സിൽ തോണി മറിഞ്ഞ് ഒരാളെ കാണാതായി. പുറങ്കരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ സുബൈറിനെയാണ് കാണാതായത്. ഒപ്പം ഉണ്ടായിരുന്ന മകൻ നീന്തി രക്ഷപ്പെട്ടുവെന്നും വാർത്ത. ദീപക് തർമ്മണം ചേരുന്നു കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകാൻ. ദീപക്, ഗുഡ് മോർണിംഗ്. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഈ രണ്ടുപേർ തോണിയിൽ പോകുന്ന സമയത്ത് അച്ഛനും മകനുമായിരുന്നു. അതിൽ പിതാവാണ് ബാപ്പ സുബൈറാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇന്നലെ രാത്രി വൈകിയും തെരച്ചിൽ നടന്നു. ഇന്നിപ്പോൾ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുന്നു. ഒപ്പമുണ്ടായിരുന്ന മകൻ സുനീർ രക്ഷപ്പെടുകയും ചെയ്തു. നേരത്തെ തന്നെ കാലവർഷ മുന്നറിയിപ്പെല്ലാം ഉണ്ട് താനും. മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന് കർശനമായ വിലക്കുണ്ട്. അതിനൊക്കെ ഇടയിലാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. SKN അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് കാലത്ത് വീണ്ടും ആരംഭിക്കും. ഇന്നലെ രാത്രി തിരച്ചിൽ നടന്നിരുന്നു. ഇത് വടകര പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. SKN പൊതുവിൽ കോഴിക്കോട് മഴ മുന്നറിയിപ്പുണ്ട്. പക്ഷേ എന്നാൽ നഗരത്തിൽ ഇന്ന് കാലത്ത് മഴ പെയ്തിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നു എന്നുള്ളതാണ്. മലയോര മേഖലയിൽ ചെറിയ രീതിയിലുള്ള മഴയുണ്ടെങ്കിലും മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള കർണാടക തീരത്ത് വലിയ രീതിയിലുള്ള കാറ്റ്, 50 നോട്ടിക്കൽ മൈലിന് അപ്പുറത്തേക്കുള്ള കാറ്റ് വരാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കക്കേൻ ഡാമിൻ്റെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ആ പ്രദേശത്ത് ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ എന്നാൽ ഷട്ടർ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് പ്രത്യേക മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.